ഇവരാണ് ജോ റോഗൻ. ഒരു സക്സസ്ഫുൾ പോഡ്കാസ്റ്ററാണ്. ദ ജോ റോഗൻ എക്സ്പീരിയൻസ് എന്ന ഇവരുടെ പോഡ്കാസ്റ്റിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവരുടെ 25ാമത്തെ വയസ്സിലെടുത്തൊരു ഫോട്ടോ ആണ്. നല്ല ഫിറ്റായി സ്ട്രോങ് ആയിരിക്കുന്നില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഇവരുടെ 52ാമത്തെ വയസ്സിലെ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ കാണുന്നതിന് മുമ്പ് ആ ഫോട്ടോ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ ഗസ് ചെയ്ത് നോക്കൂ. ഒരു 5 സെക്കൻഡ് സമയം തരാം. ഓക്കെ, റെഡി? ഇതാണ് ജോ റോഗന്റെ 52ാമത്തെ വയസ്സിലെ ഫോട്ടോ. ഈ ഫോട്ടോയും ജോ റോഗന്റെ സക്സസ്ഫുൾ കരിയറും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളത്? അതായത് നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം നമ്മൾ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യണം, ഒപ്റ്റിമൈസ് ചെയ്യണം. എന്നാൽ നമ്മളെ കൊണ്ട് സക്സസ്ഫുൾ ആയി മാറാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഞാൻ എന്ത് ഹാബിറ്റാണ് ഫോളോ ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഹാബിറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ ഇല്ല. ഒരു നല്ല ഹാബിറ്റ് ഫോളോ ചെയ്യാൻ ഇങ്ങനെയുള്ള പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കും നമുക്ക്, അല്ലേ? ഈ തടസ്സങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉടച്ചു കളയുക? അതിനെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വീഡിയോ ആണ്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഹാബിറ്റിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ 6 പ്രധാനപ്പെട്ട റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതെന്താണ് 6 റൂൾസ്? അത് ഞാൻ പറഞ്ഞുതരാം. റൂൾ നമ്പർ 1, ചൂസ് 6 ഹാബിറ്റ്സ്. അതായത് ഒരു 6 ഹാബിറ്റുകളെ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഹാബിറ്റുകളെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള ഹാബിറ്റ് ആയതുകൊണ്ടാണ് അത് എന്ത് ഹാബിറ്റാണെന്ന് ഞാൻ പറഞ്ഞു തരാത്തത്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന 6 ഹാബിറ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യൂ. എന്നാൽ ആ ഹാബിറ്റുകൾ എങ്ങനെയുള്ള ഹാബിറ്റുകൾ ആയിരിക്കണം എന്നുള്ളതിന് ഒരു ഏകദേശം ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഹാബിറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മിനിമം 3 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ആ 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഹോബി അത് നിങ്ങളെ ഫിറ്റായി കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ഹെൽത്തിനെ തകരാറിലാക്കുന്നതായിരിക്കരുത്. രണ്ടാമത്തെ കാര്യം, അത് നിങ്ങൾക്ക് പണം സമ്പാദിച്ചു തരുന്ന ഹാബിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ പണം നശിപ്പിക്കുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കരുത്. മൂന്നാമത്തത്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി ഇതിനെല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയോ പ്രൊഡക്ടിവിറ്റിയോ നശിപ്പിക്കുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കരുത്. നിങ്ങൾ ഇപ്രകാരത്തിൽ 6 ഹാബിറ്റുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായതും ഹെൽത്തി ആയതും പണം നശിച്ചു പോകാത്തതുമായിട്ടുള്ള ഹാബിറ്റുകളാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ 6 ഹാബിറ്റുകളെ നിങ്ങൾ ചൂസ് ചെയ്യാൻ. റൂൾ നമ്പർ 2, ഫോളോ അറ്റ്ലീസ്റ്റ് 4 ഹാബിറ്റ്സ്. നിങ്ങളിപ്പോൾ 6 ഹാബിറ്റുകളല്ലേ ചൂസ് ചെയ്തത്. ഇതിലെല്ലാ ഹാബിറ്റുകളും നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണമെന്നില്ല. പല സമയത്തും നിങ്ങൾക്ക് എല്ലാ ഹാബിറ്റും ഫോളോ ചെയ്യാൻ പറ്റാതെ മിസ്സാകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ചാൻസിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ അതിലെ 2 ഹാബിറ്റുകളെ മിസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ 4 ഹാബിറ്റുകളെ, മിനിമം 4 ഹാബിറ്റെങ്കിലും ഡെയിലി ബേസിസിൽ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഒന്നുകൂടെ ക്ലിയർ ആയി പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു 2 ഹാബിറ്റിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചോളൂ എന്നല്ല പറയുന്നത്. നിങ്ങൾ 6 ഹാബിറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ 6 ഹാബിറ്റിൽ ഏതെങ്കിലും ഒരു 4 ഹാബിറ്റെങ്കിലും റെഗുലർ ബേസിസിൽ ഫോളോ ചെയ്യണം. ഇന്ന് നിങ്ങൾക്കൊരു 2 ഹാബിറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, ശരി, ബാക്കി 4 ഹാബിറ്റുകൾ ഫോളോ ചെയ്യുക. നാളെ വേറെ ഏതോ 2 ഹാബിറ്റുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റുന്ന 4 ഹാബിറ്റുകൾ ഫോളോ ചെയ്യുക. എന്നും മിനിമം 4 ഹാബിറ്റുകളെങ്കിലും ഫോളോ ചെയ്യണം. അത് ഏതുമാകാം, ഈ 6 എണ്ണത്തിലെ ഏതുമാകാം. നിങ്ങൾക്കത് ആൾട്ടർനേറ്റീവ് ആയിട്ട് മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കാമെന്ന അർത്ഥം. നിങ്ങൾ ഒരാഴ്ചത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2 ഹാബിറ്റുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 ഹാബിറ്റുകൾ ചെയ്തിട്ട് വേറെ 2 ഹാബിറ്റുകൾ, അതായത് ഇന്ന് ചെയ്ത 2 ഹാബിറ്റുകളെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. നിങ്ങളോട് ഒരു സാഡ് റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ സന്തോഷം വേണം, സമാധാനം വേണം, ഒരു മെന്റൽ പവർ വേണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്യാതെ അതൊന്നും ഉണ്ടാവുകയില്ല. അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ കാര്യത്തിലാണ് നമ്മളെല്ലാം അശ്രദ്ധമായി പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റാത്തത്. ആരോഗ്യകരവും സന്തോഷകരവുമായ സമ്പന്നമായൊരു ജീവിതം എങ്ങനെ നമുക്ക് കെട്ടിപ്പടുക്കാം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് ഓതർ ചാൾസ് എസ് ഹാനലിന്റെ ദ മാസ്റ്റർ കീ സിസ്റ്റം എന്ന പുസ്തകം. ഇതിന്റെ ഒരു പവർഫുൾ ഓഡിയോ ബുക്ക് സമ്മറി കുക്കു FM-ൽ വന്നിട്ടുണ്ട്. ദ മാസ്റ്റർ കീ സിസ്റ്റം എന്ന പുസ്തകം നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഓഡിയോ ബുക്ക് സമ്മറി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ശരി, എങ്ങനെയാണ് ഈ ബുക്ക് സമ്മറി നമ്മൾ ആക്സസ് ചെയ്യുക? TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ ലഭിക്കും, 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഓഫർ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 49 രൂപയ്ക്ക് 1 മാസത്തേക്ക് കുക്കു FM-ലുള്ള ഇത്തരത്തിലുള്ള എല്ലാ ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസും അൺലിമിറ്റഡ് ആയി ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽസും വായിച്ചു നോക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള ശക്തി അറിവിനുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവ് നൽകുവാനുള്ള ശക്തി കുക്കു FM-നുമുണ്ട്. അതുകൊണ്ട് ഈ അവസരം ഉപയോഗിക്കൂ. തിരിച്ചു വീഡിയോയിലേക്ക് വരൂ. മൂന്നാമത്തെ കാര്യമാണ് ഹാബിറ്റ് ഫേസിംഗ്.
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങളുടെ തലച്ചോറ് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഈ ഹാബിറ്റുകളെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാബിറ്റിനെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഈസി എന്ന് പറയുന്നില്ല, സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഹാബിറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ 3 ഭാഗമായി പിരിക്കണം. അതിൽ ഒന്നാമത്തതാണ് ഫേസ് 1, അതായത് 0 to 9 എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോൾ ഉണരുന്നോ അപ്പോൾ മുതൽ രാവിലെ 9 മണി വരെയുള്ള സമയം. ഇതിനെ നമുക്ക് ഫേസ് 1 എന്ന് വിളിക്കാം. ഈ ഒരു സമയത്ത് ലീനിയർ ഹാബിറ്റ്സ്, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ അറിയാവുന്ന ഒരു ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റിനെ ഈ സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റിൽ പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആകും. ഉദാഹരണത്തിന്, നിങ്ങളൊരു എഡിറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ എഡിറ്റിംഗിന്റെ കാര്യത്തിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന എഡിറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഈ സമയത്ത് നിങ്ങൾ എഡിറ്റിങ്ങിന് ഇരിക്കണം. ഈ സമയത്ത് നിങ്ങൾക്കത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പുതിയൊരു കാര്യം ആ എഡിറ്റിംഗിൽ പരീക്ഷിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഇനി ഫേസ് 2, രാവിലെ 10 മണി മുതൽ 16 മണി വരെയുള്ള സമയം, അതായത് ഈവനിങ് 4 മണി വരെയുള്ള സമയം. ഇതിനെയാണ് ഫേസ് 2 എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ നോൺ ലീനിയർ ഹാബിറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബ്രെയിൻ നോൺ ലീനിയർ ആയിട്ടുള്ള ഹാബിറ്റുകളെ ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സമയമാണിത്. അതെന്താണ് ഈ നോൺ ലീനിയർ ഹാബിറ്റ്സ്? അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പുതിയ പുതിയ ഐഡിയകൾ ട്രൈ ചെയ്ത് നോക്കണം, പുതിയ എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കണം, നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് സമയത്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഈ സമയത്താണ്, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം. നിങ്ങളുടെ വർക്കിലെല്ലാം നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമതാണ് ലേണിംഗ്, പഠിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യമാണ് പഠിച്ച കാര്യങ്ങളെ സെൽഫായിട്ടൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. സ്വയം ചെയ്തു നോക്കാതെ പഠിച്ചു വെച്ചതുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾക്ക് എക്സ്പെർട്ട് ആവാൻ കഴിയുകയില്ല. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, സ്വയം ചെയ്തു നോക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ എക്സ്പെർട്ടായി മാറുകയുള്ളൂ. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് വഴങ്ങണമെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലെ പുതിയൊരു ടൂൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പോലും നിങ്ങൾ ആ ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ കണ്ടതുകൊണ്ടോ ട്യൂട്ടോറിയൽ കണ്ടതുകൊണ്ടോ ഒന്നും പഠിയുകയില്ല. നിങ്ങളത് സ്വയം ചെയ്തു നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കയ്യിലേക്ക് അത് വഴങ്ങുകയുള്ളൂ. ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്തു നോക്കാനുള്ള ഒരു ടൈം പീരീഡ് ആണ് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം. അടുത്തത് ഫേസ് 3, അതായത് 4 മണി മുതൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം വരയ്ക്കുള്ള സമയം. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണം. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വർക്കിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങൾ ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കണം. അഥവാ നിങ്ങൾ ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ്, അരമണിക്കൂർ മുമ്പൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ ശീലം ഇപ്പൊ തന്നെ നിർത്തും. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഫോൺ നോക്കുന്നത്, കമ്പ്യൂട്ടർ നോക്കുന്നത്, TV കാണുന്നതൊക്കെ നിർത്തിവെക്കാൻ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. ഇനി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ നല്ലപോലെ ഉറങ്ങാൻ ശ്രമിക്കൂ. നല്ലപോലെ നിങ്ങൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി, മൈൻഡ് എല്ലാം റിഫ്രഷ് ആകുകയുള്ളൂ. നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പിറ്റേ ദിവസം ഉണരുന്നത് ശരിയായിരിക്കില്ല. നല്ലപോലെ ഒരു വേക്കപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹാബിറ്റുകൾ ഫോളോ ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ഉറക്കം ഒരു ക്രിയേറ്റീവ് പ്രോസസ് ആണെന്ന് ഓർമ്മ വേണം. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിനിന് ഓരോ കാര്യവും ചെയ്യാൻ ഓരോ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിന് അത് എളുപ്പമായിരിക്കും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാബിറ്റ് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് 4ാമത്തെ കാര്യം, പവർഫുൾ മോട്ടിവേഷൻ. എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല, ഇങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്? നിങ്ങൾ ഇങ്ങനെ എവിടെന്നെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വായിച്ചിട്ടോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു മോട്ടിവേഷൻ അങ്ങോട്ട് കയറി കൂടുന്നതാണ്. ശരി, ഇന്ന് മുതൽ ഞാനിത് ചെയ്തു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. അത് വർക്ക് റിലേറ്റഡ് ആണെങ്കിലും ശരി, ലൈഫ് റിലേറ്റഡ് ആണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, ആ മോട്ടിവേഷൻ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പുതിയ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ആ സമയത്തൊരു മോട്ടിവേഷൻ ഉണ്ടാവും. പക്ഷെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്തൊരു ദിവസം കഴിയുമ്പോഴേക്കും ആ മോട്ടിവേഷനൊക്കെ പോയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പവർഫുൾ ആയ മോട്ടിവേഷൻ ഫാക്ടർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ നിങ്ങൾ ഉപയോഗിക്കണം. അതിന്റെ പേരെന്താണെന്നറിയാം? മോട്ടിവേഷന്റെ പേര് ഫിയർ എന്നാണ്. അതെ, ഫിയർ. നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ നിങ്ങളുടെ മോട്ടിവേഷൻ ഫാക്ടറാക്കി മാറ്റണം. അതെങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ വളരെയധികം ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടേയിരുന്നാൽ അവസാനം എനിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നെഗറ്റീവായിട്ട് ചിന്തിക്കൂ.
നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ, ഇങ്ങനെ നിങ്ങൾ ചോദിച്ചേക്കാം, നെഗറ്റീവായി ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയേക്കാം. അല്ല, നിങ്ങളുടെ ഇന്റൻഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട് നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് നെഗറ്റീവായി ചിന്തിച്ചാലും അതിനെ പോസിറ്റീവ് തോട്ട് എന്ന് തന്നെയാണ് പറയുക. നെഗറ്റീവ് തോട്ട് നിങ്ങളെ രക്ഷിക്കുന്ന നെഗറ്റീവ് തോട്ട് ആയതുകൊണ്ട് അത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ ഫാറ്റി ആയിട്ടുള്ള ബോഡിയുടെ ഉടമയായി മാറും, ഫ്യൂച്ചറിൽ എൻ്റെ തടി കൂടും, എൻ്റെ ബോഡി ഷേപ്പ് മുഴുവൻ കേടുവരും, എനിക്ക് കൊളസ്ട്രോൾ വരും, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേക്കാം, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാരണത്താൽ എൻ്റെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉള്ളിൽ നിന്നുണ്ടാവും. ഇങ്ങനെ പോയാൽ പറ്റില്ല, എനിക്ക് ഒന്നുകിൽ വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കണം, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തോന്നാൻ തുടങ്ങും. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ ഉപയോഗിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഏത് കാര്യത്തിലും, ഞാനിപ്പോൾ ഇത് ഹെൽത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും നിങ്ങളുടെ ഏത് കാര്യത്തിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പല കോഴ്സുകളിലും മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ജോയിൻ ചെയ്യുന്നു, പല തരത്തിൽ മോട്ടിവേഷൻ ട്രെയിനേഴ്സിന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ വാസ്തവത്തിൽ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാൻ ആരുടെയും ആവശ്യമില്ല. നിങ്ങളുടെ ഫിയറിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫിയർ ഫാക്ടറിനെ മോട്ടിവേഷൻ പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ നിങ്ങളെ ഇത്തരത്തിൽ നിങ്ങളുടെ നെഗറ്റീവ് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്പർ 5, ബെസ്റ്റ് റിവാർഡ്. നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ച് ബഹുമാനം നൽകുകയോ ആദരവ് നൽകുകയോ ഒരു ഗിഫ്റ്റ് നൽകുകയോ ഒക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായിരിക്കും, അല്ലേ? അതെയാണ് ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ആ ഹാബിറ്റ് സക്സസ്ഫുൾ ആയി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടും. അതായത് നിങ്ങൾ ഈ കാര്യം ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നൽകാൻ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിവാർഡ് നൽകാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം തന്നെ സെറ്റ് ചെയ്യുക. ഇതൊരു സെൽഫ് മോട്ടിവേഷൻ ആണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് റിവാർഡ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ പിന്നെ റിവാർഡ് എന്നതിനോട് നിങ്ങളുടെ മനസ്സിന് ഒരു പ്രത്യേക താല്പര്യമില്ലാണ്ടാവും. ചെറുപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ടാവും, ഒരു ബോട്ടിലോ മറ്റോ കുറച്ച് ദൂരെ വെച്ചിട്ട് ഒരു കല്ല് എറിഞ്ഞതിൽ കൊള്ളിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ആദ്യത്തെ തവണയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കളിയാക്കിയിട്ട് കൂക്കി വിളിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ കല്ലെടുത്ത് വളരെയധികം ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ഇതിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അത്തവണ നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആരവം ഉണ്ടാക്കും. പക്ഷെ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ഈ ഓവർ കോൺഫിഡൻസ് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടാമത് വീണ്ടും അതൊന്ന് പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാനും സാധ്യതയുണ്ട്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെയുള്ള പല സിറ്റുവേഷൻസും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുമ്പോഴൊക്കെ ഒരു റിവാർഡ് കിട്ടിക്കൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ ബ്രെയിനിന് ആ റിവാർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് റിവാർഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ വീണ്ടും എനിക്ക് പരിശ്രമിക്കണം എന്ന ചിന്താഗതി മങ്ങിപ്പോവുകയാണ് ചെയ്യുക. റൂൾ നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ, ഡു നോട്ട് സെലിബ്രേറ്റ് എവരി വിൻ. കുറച്ചു മുമ്പ് തന്നെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു തവണ മിസ്റ്റേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ തവണ നിങ്ങൾ സക്സസ്ഫുൾ ആയി മാറുന്നത്. എന്നാൽ ഇങ്ങനെ എപ്പോഴും മിസ്റ്റേക്ക് സംഭവിക്കാമോ? നമുക്ക് എങ്ങനെയുള്ള മിസ്റ്റേക്സ് ആണ് സംഭവിക്കേണ്ടത്? അതാണ് ഈ 85-15 റൂളിൽ പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂ ആയി ചെയ്തു വരുന്ന കുറെ കാലമായിട്ട് ഇരിക്കട്ടെ. അത് നിങ്ങളുടെ വർക്കാവാം, ഹോബി ആകാം, എന്തുമാകാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിഞ്ഞൊരു കാര്യം 85% ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ഒരു 15% നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. പുതിയതായി ട്രൈ ചെയ്യുന്ന കാര്യങ്ങളെ കയറ്റി വിടുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം 85% നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കുന്ന ഒരു കാര്യത്തിന്റെ കൂടെ 15% അത്തരം കാര്യങ്ങൾ കയറ്റി വിടുക. ആ ഒരു 85ന്റെ കൂടെ ഈ ഒരു 15% നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കാം. എന്നാലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പതുക്കെ കൂടി വരും. ആ മിസ്റ്റേക്ക് നിങ്ങളെ അധികം ബാധിക്കുകയുമില്ല. ഈ 15% നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനായിട്ട് വെക്കണം. അതായത് നിങ്ങൾ പുതിയ എക്സ്പെരിമെന്റുകൾ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ തിയററ്റിക്കലിയൊക്കെ പഠിച്ചു നോക്കിയിട്ടുള്ള ഒരു കാര്യത്തെ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണെന്ന് അർത്ഥം. അതായത് ചെറിയ രീതിയിൽ 15% മാത്രമാണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം, പക്ഷെ അത് നിങ്ങളെ അധികം ബാധിക്കുകയില്ല. സോ ഇതാണ് ഫ്രണ്ട്സ്, ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി, പുതിയ രീതിയിലേക്ക് എക്സ്പെരിമെന്റുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.